അപ്പോഴേ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്സ് ആണ്, പ്രത്യേകിച്ച് തക്കാളി ചെടികൾ വളർത്തുന്നവർക്ക്. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഒരു തക്കാളി ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു തക്കാളി ചെടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് തക്കാളി ചെടികൾ അതിനകത്ത് നമുക്ക് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ഈ വീഡിയോ അതിനെ പറ്റിയിട്ടാണ്. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതായിരിക്കുന്നുണ്ട്, ഇത് ഞാൻ ഒരു തക്കാളി ചെടിക്കകത്ത് നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള 8 തൈകളാണ്. അത് പൂക്കളോട് കൂടി ഇത് ഉടനെ തന്നെ നട്ട് കഴിഞ്ഞാൽ ഒരു വിത്തിൻ 2 വീക്സിൽ തന്നെ ഇത് കായ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. അപ്പൊ ഇത് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം കേട്ടോ. ഈ നിൽക്കുന്ന തക്കാളി ചെടികളെല്ലാം നട്ട് ഏകദേശം ഒരു 30 ദിവസം പ്രായമായിട്ടുള്ള ചെടികളാണ്. അപ്പൊ ഇങ്ങനത്തുള്ള ചെടികളിനകത്ത് നിന്നാണ് നമ്മൾ ഇതേപോലുള്ള ചെടികൾ ഉണ്ടാക്കിയെടുക്കാനുള്ള തണ്ടുകൾ കളക്ട് ചെയ്യേണ്ടത് കേട്ടോ. ഈ ഒരു തക്കാളി ചെടി നിങ്ങൾക്ക് നോക്കി മനസ്സിലാവും, നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന തക്കാളി ചെടിയാണ്. അപ്പോൾ ഇതിനകത്ത് പൂക്കളൊക്കെ ഇപ്പോൾ ഏകദേശം വന്നു തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു കായൊക്കെ ആവാനുള്ള ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഒരു തക്കാളി ചെടിയാണ്. അപ്പോൾ ഈ ഒരു ടൈമാണ് ഇതിന് ആപ്റ്റ് ആയിട്ടുള്ള ടൈം നമുക്ക് കറക്റ്റായിട്ട് പ്രൂണിങ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ എങ്ങനെയാണ് പ്രൂണിങ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പം ആദ്യം തക്കാളി ചെടിയുടെ ഒരു പാർട്സ് ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ സ്റ്റംപ് എന്ന് പറയുന്നത്, ഈ മെയിൻ ശാഖയാണിത്. അപ്പം ഇതിനകത്തു നിന്നാണ് ഈ ബ്രാഞ്ചസ് പൊട്ടിക്കിളിക്കുന്നതും ഇലകൾ വരുന്നതും. അപ്പം ഈ മെയിൻ സ്റ്റമ്പിനകത്തുനിന്ന് വരുന്ന ഇലകളാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ ഇലകളുടെ ഇടയിൽ വരുന്ന ഒരു പോർഷൻ ഉണ്ട്, താണ്ട ഈ മെയിൻ സ്റ്റമ്പിനും താണ്ട് ഈ ഇലകളുടെ ഇടയിൽ വളർന്നു വരുന്ന ഈ ഒരു പോർഷനെയാണ് നമ്മൾ സക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചെടിക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. ഇത് നിന്ന് കഴിഞ്ഞാൽ ചെടിയുടെ മാക്സിമം ഊർജ്ജം ഇത് വലിച്ചെടുക്കും. ഈ ഇലയും തണ്ടും ഭയങ്കരമായിട്ട് വളരും, എന്നാൽ പിന്നെ അതിനകത്ത് കാ പിടിക്കുന്ന വളരെ കുറവായിരിക്കും. നമ്മളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ റിമൂവ് ചെയ്ത് കളഞ്ഞാൽ ഈ ചെടി വീണ്ടും നല്ല ഉയരത്തിലോട്ട് വളർന്നു പോവുകയും ചെയ്യും. മാക്സിമം നമുക്ക് ഇതിനകത്ത് പിടിക്കുന്ന കായുടെ എണ്ണം കൂടി കിട്ടുകയും ചെയ്യും. ഇതിനു വേണ്ടി ആവശ്യമായിട്ട് വരുന്നത് ഇതേ കണക്കൊരു മിഠായിയുടെ ഒരു ക്യാനാണ്. അത് കട്ട് ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിനകത്തോട്ട് നമ്മൾ നേരെ നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ഈ സക്കർ പോർഷൻ നമ്മൾ നേരെ ഡിപ്പ് ചെയ്ത് വെക്കുകയാണ്. ഇതിന്ന് ഞാൻ ഒടിച്ചിട്ടുള്ളതാണ് കേട്ടോ, ഈ ഒരു പോർഷൻ ഇന്ന് ഒടിച്ചിട്ടുള്ളതാണ്. ഇതുപോലെ ഡിപ്പ് ചെയ്ത് വെക്കുക. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് ഇതിനകത്ത് വേര് വരും. ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 ദിവസം കൂടുമ്പോൾ നമ്മൾ ഈ വാട്ടർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക, പുതിയ വെള്ളം വെച്ച് കൊടുക്കുക. അങ്ങനെ ചെയ്താൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് ഇതുപോലുള്ള അടിപൊളി റൂട്ടഡ് ആയിട്ടുള്ള തക്കാളി ചെടികൾ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇത് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കായ ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ ഇതുപോലുള്ള നല്ല അടിപൊളി തക്കാളി ചെടികൾ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും കേട്ടോ. നമ്മളിങ്ങനെ ചെയ്തതിന് ശേഷം ഇതുപോലെ തണലുള്ള സ്ഥലങ്ങളിൽ സൂക്ഷിക്കുക കേട്ടോ. ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നിടത്ത് വെക്കല്. അത്യാവശ്യം വെട്ടം മാത്രം കിട്ടിയാൽ മതി, ഒരുപാട് ഡയറക്റ്റ് വെയിലോ മഴയോ ഒന്നും വേണ്ട. അപ്പോൾ ഇതിനകത്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്കിതാ ഇതുപോലെ നല്ല അടിപൊളി റൂട്ടഡ് ആയിട്ടുള്ള തക്കാളി ചെടികൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഒരു തക്കാളി ചെടി നട്ടാൽ മതി, നമുക്ക് 100 കണക്കിന് തക്കാളി ചെടി വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ കൃഷിയൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.